गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ഇന്ന് നമ്മൾ പ്രശ്നോപനിഷത്തിനെ സംബന്ധിക്കുന്ന വിചാരം തുടങ്ങുകയാണ്. ഇതിനു മുമ്പ് ശുക്ല യജുർവേദീയമായ ഈശാവാസ്യവും സാമവേദീയമായ കേനവും കൃഷ്ണ യജുർവേദീയമായ കഠവുമാണ് ശ്രദ്ധിച്ചത്. പ്രശ്നോപനിഷത്ത് അഥർവവേദീയമാണ്. അഥർവവേദത്തിൽപ്പെട്ട ഉപനിഷത്താണ്. പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കളിൽ 3 എണ്ണവും അഥർവവേദത്തിൽപ്പെട്ടതാണ്. പ്രശ്നവും മുണ്ടകവും മാണ്ഡൂക്യവും. എന്ന് മാത്രമല്ല, സർവോപനിഷത്തുക്കളിലും സാരഭൂതമായി പറയപ്പെടുന്ന മാണ്ഡൂക്യം അഥർവവേദീയമാണ്. ഇത് പലർക്കൊരു മിഥ്യാധാരണയുണ്ട്. അഥർവവേദം എന്ന് പറഞ്ഞാൽ ചില വശീകരണ, മാരണ, ഉച്ചാടന ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് എന്ന്. തീർച്ചയായിട്ടും അഥർവവേദ സംഹിതയിൽ അങ്ങനെയുള്ള ഒരുപാട് വിദ്യകളുണ്ട്, ഇല്ലെന്ന് പറയരുത്. എന്നാൽ ഏറ്റവും ഉത്കൃഷ്ടതമങ്ങളായ ഉപനിഷത്തുക്കളും ഇതേ വേദത്തിൽ ഉൾപ്പെടുന്നു. ഇത് അഥർവവേദത്തിൻ്റെ ബ്രാഹ്മണത്തിൽ വരുന്ന ഉപനിഷത്താണ്. പിപ്പലാദ ശാഖ എന്നൊരു ശാഖയുണ്ട്. അതിൻ്റെ പ്രവർത്തകൻ പിപ്പലാദ മഹർഷിയാണ്. ആ ശാഖയിൽ ഈ ഉപനിഷത്ത് വരുന്നു. നമ്മൾ കേനോപനിഷത്ത് എന്ന പേരിനെക്കുറിച്ച് ചിന്തിച്ചു. മനുഷ്യൻ്റെ ജിജ്ഞാസയെ സൂചിപ്പിക്കുന്ന ശബ്ദമാണതെന്ന്. കേന, എന്തിനെക്കൊണ്ട്, എന്തിനെക്കൊണ്ട് ഇതെല്ലാം നടക്കുന്നു, എല്ലാ വ്യവഹാരങ്ങളുടെയും പിന്നിലുള്ള നിയമം എന്താണ്, അധീശ ശക്തി എന്താണ്? ഈ മനുഷ്യൻ്റെ ജിജ്ഞാസയാണ് ഉപനിഷത്തിൻ്റെ പേരിലൂടെ പോലും പ്രകടമാക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ പേര് പ്രശ്നോപനിഷത്തെന്നാണ്. പ്രശ്നം, അതിനുള്ള സമാധാനം. പ്രശ്നവും പരിഹാരവും. പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. ഇവിടെ പല ജിജ്ഞാസുക്കളുടെ പ്രശ്നങ്ങളാണ്. പ്രശ്നം ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ സവിശേഷ ഗുണമാണ്. പ്രശ്നം ചെയ്ത് കണ്ടെത്താനുള്ള കഴിവ് മനുഷ്യൻ്റെ വിശിഷ്ടതയാണ്. കണ്ടതിൽ സംതൃപ്തനാകുന്നവന് തത്വചിന്തയിലേക്കോ ശാസ്ത്രത്തിലേക്കോ ഒന്നും പ്രവേശമില്ല. ഒരു ശാസ്ത്രകാരൻ കണ്ടതിൽ സംതൃപ്തനല്ല. കണ്ടതിൻ്റെ അല്ലെങ്കിൽ കാണപ്പെടുന്നതിൻ്റെ അപ്പുറത്ത് എന്ത്, കാര്യപ്രപഞ്ചത്തിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത്?
ഈ കാണപ്പെടുന്ന കാര്യപ്രപഞ്ചം മുഴുവൻ ഏതൊരു അധിഷ്ഠാന കാരണത്തിൽ നിന്നാണ് ഉണ്ടായത്? ഇതന്വേഷിക്കുന്നവനാണ് ശാസ്ത്രജ്ഞൻ. അവൻ്റെ അന്വേഷണം വസ്തുനിഷ്ഠമായ അഥവാ വ്യക്തിബാഹ്യമായ അന്വേഷണം, ആ അന്വേഷണത്തിലൂടെ അവൻ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ, ഇതാണ് ശാസ്ത്രം. ആ നിഗമനങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിയുടെ നിർണയത്തിന് വിഷയമാകുമ്പോൾ അത് കണ്ടെത്തലുകളായി പരിണമിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഓരോരോ കണ്ടെത്തലുകൾ. ഈ ശാസ്ത്രം അനാദിയാണ്. പൗരാണിക ശാസ്ത്രം, ആധുനിക ശാസ്ത്രം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഭാരതീയ ശാസ്ത്രം, പൗരസ്ത്യ ശാസ്ത്രം, പാശ്ചാത്യ ശാസ്ത്രം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട്. അത് ദേശകാലങ്ങളാൽ പരിമിതമല്ല. നമ്മൾ ദേശകാലങ്ങളാൽ പരിമിതപ്പെടുത്തി പറയാറുണ്ട്, അത് തെറ്റാണ്. പ്രാചീന ശാസ്ത്രം, ആധുനിക ശാസ്ത്രം, അതുപോലെ തന്നെ പൗരസ്ത്യ ശാസ്ത്രം, പാശ്ചാത്യ ശാസ്ത്രം, പലരും അങ്ങനെ പ്രയോഗിച്ച് കേൾക്കാറുണ്ട്. വെസ്റ്റേൺ സയൻസ്, ഈസ്റ്റേൺ സയൻസ് എന്നൊക്കെ. എവിടെയാണ് വിഭാജക രേഖ? അങ്ങനെ വിഭാജക രേഖയുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇന്നത് ഈസ്റ്റേൺ, ഇന്നത് വെസ്റ്റേൺ എന്ന്. ശാസ്ത്രത്തിനൊരു നൈരന്തര്യമുണ്ട്. ശാസ്ത്രകാരൻ ഇന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാളേക്ക് ഉയരുന്നത്. നാളെയിലെ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഇന്നത്തെ കണ്ടെത്തലിൽ നിന്ന് തുടരുന്നു. അതെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമുക്ക് ഈ ബുദ്ധി വൈകല്യം വരാറുണ്ട്, ശാസ്ത്രത്തെ സംബന്ധിച്ച് പരിമിതപ്പെടുത്തും. അത് പാടില്ല. അപ്പം ശാസ്ത്രമായാലും തത്വചിന്തയായാലും അത് മനുഷ്യൻ്റെ സത്യാന്വേഷണമാണ്. കാണപ്പെട്ടതിൽ സംതൃപ്തൻ ഒരിക്കലും ശാസ്ത്രകാരനാവില്ല. കാണപ്പെട്ടതിലൂടെ എന്താണ് ഇതിനപ്പുറത്തുള്ളത്, ഇതിൻ്റെ കാരണം എന്ത്, ഈ ഒരു പ്രതിഭാസം എങ്ങനെ സംഭവിക്കുന്നു, അതിന് പിന്നിൽ നിയമമുണ്ട്, ആ നിയമം എന്ത്, ഇത് കണ്ടെത്താൻ പരിശ്രമിക്കുന്നവൻ ശാസ്ത്രകാരൻ, തത്വചിന്തകൻ. എങ്കിൽ പറയട്ടെ, ഈ കണ്ടെത്താനുള്ള കഴിവല്ലേ മനുഷ്യൻ്റെ സവിശേഷത? ശ്രീമദ് ഭാഗവതത്തിൽ സൃഷ്ടിപ്രക്രിയയിലൂടെ പല പല ജീവരാശികൾ ആവിർഭവിച്ചിട്ടും സൃഷ്ടിപ്രക്രിയ പൂർണ്ണമാവാതെ ബ്രഹ്മാവലോക ധിഷണയോടൊത്ത മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സൃഷ്ടിപ്രക്രിയ പൂർണ്ണമായതായിട്ട് പറയുന്നു. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയാ വൃക്ഷാൻ സരീസൃപമൃഗാൻ ഖഗദംശമത്സ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവഃ. പുരാണി വിവിധാനി അജയ ആത്മശക്തിയാ സൃഷ്ടുവ. ജന്മരഹിതയായ സ്വശക്തിയാൽ പലതിനെ സൃഷ്ടിച്ചിട്ടും, ഇവിടെ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ദൈവം എന്തെങ്കിലും വസ്തുവെ പുതുതായിട്ടുണ്ടാക്കി വിടുക എന്നുള്ള അർത്ഥമല്ലെന്ന് കാണിക്കാൻ അജയ ആത്മശക്തിയ എന്ന് പറഞ്ഞു. ഈ അജയ ആത്മശക്തി എന്നുള്ള ശബ്ദം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ സൃഷ്ടിവാദം വേദാന്തി അംഗീകരിക്കില്ലായിരുന്നു. ഭാഗവതമല്ല, ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല. എന്നാൽ അജയ ആത്മശക്തിയ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അത് പുതുതായൊരു സൃഷ്ടി പ്രക്രിയ അല്ലെന്നും അത് ചാക്രികമായി സംഭവിക്കുന്നതാണെന്നും തന്നിൽ തന്നെ അനന്യമായി നിഹിതമായ ശക്തിയുടെ പ്രകടീകരണമാണ് അവിടെ സംഭവിക്കുന്നതെന്നും സുവ്യക്തമാകുന്നു. ഇങ്ങനെ അനേക ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോഴും സൃഷ്ടിപ്രക്രിയ പൂർണ്ണമായില്ല. അതാണ് തൈസ്തൈരതുഷ്ടഹൃദയ എന്നുള്ള പരാമർശം.
അവയെക്കൊണ്ട് അതുഷ്ടഹൃദയനായിരുന്നു. അവിടെ കുറേ എന്നത്തെ പേര് പറയുന്ന വൃക്ഷാൻ, സരീസൃപ, മൃഗാൻ, ഖഗദംശ, മത്സ്യാൻ എന്നൊക്കെ. വൃക്ഷങ്ങളെ, ഇഴജന്തുക്കളെ, മൃഗങ്ങളെ, പക്ഷികളെ, ദംശങ്ങളെ, ഷഡ്പദങ്ങൾ തുടങ്ങിയവ, മത്സ്യങ്ങളെ, ഇങ്ങനെ അനേക ജീവരാശികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടും സൃഷ്ടി പ്രക്രിയ പൂർണ്ണമായില്ല. അവസാനം പറയുകയാണ്, ബ്രഹ്മാവലോകധിഷണം പുരുഷം വിധായ. ബ്രഹ്മാവലോകധിഷണയോടുകൂടിയ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ, രൂപപ്പെട്ടപ്പോൾ മുദമാപദേവ, സൃഷ്ടി പ്രക്രിയ പൂർണ്ണമായി. എന്താണ് മനുഷ്യൻ്റെ സവിശേഷത? ബ്രഹ്മാവലോകധിഷണ. മറ്റെല്ലാം നമുക്കുള്ളത് മറ്റ് ജീവജാലങ്ങൾക്കുണ്ട്, മറ്റ് ജീവജാലങ്ങൾക്കുള്ളത് നമുക്കുമുണ്ട്. നമ്മുടെ സവിശേഷത ഈ ഒന്നാണ്, ബ്രഹ്മാവലോകധിഷണ. എന്താണ് ബ്രഹ്മാവലോകധിഷണ? ഇത്രയും ഉപനിഷത്തുക്കൾ അനുസന്ധാനം ചെയ്ത നമുക്കറിയാം, സർവകാരണത്തെ കണ്ടെത്താനുള്ള ധിഷണയാണ്. കാരണം ബ്രഹ്മശബ്ദത്തിന് സർവകാരണം, സർവ അധിഷ്ഠാനം, സർവനിധനം എന്നാണ് ഔപനിഷദമായ അർത്ഥം. ഇവിടെ പലവരും പറഞ്ഞു കഴിഞ്ഞു, യതോവാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി എന്ന ഉപനിഷത് വാക്യം ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്തിൽ നിന്നാണോ ഈ കാണാകുന്ന സകല ചരാചരങ്ങളും ആവിർഭവിക്കുന്നത്, എന്തിനാലാണോ ആവിർഭവിച്ചവ നിലനിൽക്കുന്നത്, എന്തിലേക്കാണോ ചെന്ന് വിലയിക്കുന്നത്, അതെന്താണെന്ന് അറിയുവാൻ നീ വിശേഷിച്ച് ഇച്ഛിക്കൂ, അതാകുന്നു ബ്രഹ്മമെന്ന്. അപ്പോൾ സർവകാരണം, സർവ അധിഷ്ഠാനം, സർവനിധനം, ഇതാണ് ഔപനിഷദമായ ബ്രഹ്മലക്ഷണം. ഇപ്പം സർവകാരണത്തെ കണ്ടെത്താനുള്ള കഴിവ്, വിശേഷ ബുദ്ധി, ഇതാണ് മനുഷ്യൻ്റെ സവിശേഷത. ഇതോടുകൂടി നമ്മൾ ജനിച്ചു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ കാണപ്പെടുന്നതിനാൽ മാത്രം സംതൃപ്തനല്ല. ഇതിനപ്പുറത്ത് എന്ത്? ഈ ഒരു അന്വേഷണം അവനിൽ സഹജമാണ്. പല ദിശകളിലൂടെ അന്വേഷിക്കുന്നു, പദാർത്ഥങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അന്വേഷിക്കുന്നു, നല്ലതാണ്. പല പല രീതിയിൽ അന്വേഷിക്കുന്നു, ഓരോ പ്രതിഭാസങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് അന്വേഷിക്കുന്നു. തൻ്റെ അന്വേഷണം ഒരു സ്ഥാനത്ത് വഴിമുട്ടുമ്പോൾ വാസ്തവത്തിൽ അത് വഴിമുട്ടലല്ല, കൂടുതൽ ഉയർന്നൊരു വഴി കണ്ടെത്തലാണ്, തുറക്കലാണ്. അവിടെയാണ് നമ്മൾ ഗുരുനാഥന്മാരെ പ്രാപിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഉയർന്ന അന്വേഷണ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. എങ്കിൽ പറയട്ടെ, എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന കാരണം? ഇതെവിടെ നിന്ന് ആവിർഭവിച്ചിരിക്കുന്നു? ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷങ്ങൾ എന്തൊക്കെ? ഈ വക ജിജ്ഞാസകൾ പേറി പലരുടെ അരികിൽ പോയ കുറച്ച് ബ്രഹ്മചാരിമാർ. അപ്പോൾ തേടിപ്പോയി എന്ന് പറഞ്ഞാൽ സ്വയം ഉത്തരം കണ്ടെത്താഞ്ഞിട്ടാണ്. തൻ്റെ അന്വേഷണം നടന്നു, ഒരു പരിധിയിൽ അവിടെ നിന്നു, ഇതിനപ്പുറത്ത് എന്തെന്ന് അന്വേഷിച്ചു, അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് പല നാട്ടിലുള്ളവരാണിവർ, ഒരു നാട്ടിലുള്ളവരല്ല. പക്ഷെ വഴിയിൽ കണ്ടുമുട്ടുമ്പോൾ, പരസ്പരം പരിചയപ്പെടുമ്പോൾ, നമ്മൾ ഒരേ സത്യാന്വേഷകരാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒന്നിച്ച് സഞ്ചരിക്കുന്നൊരു സ്വഭാവം സ്വാഭാവികമായിട്ട് വരും. അതെ, ഇവിടെ ഇപ്പം നമ്മൾ ഈ TDM ഹാളിലിരിക്കുന്നു. പല പ്രദേശങ്ങളിൽ നിന്ന് വന്നവരാ. എറണാകുളം കേന്ദ്രീകരിച്ചാണെങ്കിലും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്നവരാ. അപ്പോൾ ഇവിടെ ദിവസവും കാണുന്നു. ഇത് സത്യാന്വേഷകരാണ്. ഇവിടെ വേറൊന്നും പുണ്യം കിട്ടാൻ പോകുന്നൊരു പ്രസംഗം അവിടെ ഇല്ല. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന പുണ്യം കിട്ടും, ഇത് കേട്ടാൽ മോളുടെ വിവാഹം വേഗം കഴിയും, അല്ലെങ്കിൽ ഇത് കേട്ടാൽ ശത്രു നശിക്കും, ഇങ്ങനെയുള്ള
പുരാണങ്ങളിലൊക്കെ പറയുന്ന തരം യാതൊരു പ്രലോഭനവും ഇവിടെയില്ല. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഇത്ര ദിവസമായാലും, 1 ദിവസം 2 ദിവസമൊക്കെ ആണെച്ചാൽ നമുക്ക് വിചാരിക്കാം വേറെ എന്തെങ്കിലുമൊക്കെ വരിക. ഇത്രയും ദിവസം കേൾക്കാൻ വന്നുവെങ്കിൽ ജിജ്ഞാസുക്കളാണ്, അഥവാ വിദ്യാർത്ഥികളാണ്. അപ്പം നമ്മൾ മുഖപരിചയം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നിച്ച് അന്വേഷിക്കാമല്ലോ എന്ന് പറയും. ഈ 6 പേര്, 6 ബ്രഹ്മചാരിമാർ, 6 വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ളവർ, അവർ പലയിടത്ത് പോയിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ ഒത്തുകൂടുന്നേ. അവർ ഒത്തുചേർന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. അവരുടെ സഞ്ചാരത്തിൽ അവർ സർവജ്ഞനായ പിപ്പലാദ മഹർഷിയെ കണ്ടുമുട്ടുന്നതും മഹർഷി അവരോട് ചിലത് നിർദ്ദേശിക്കുന്നതും അതിനെ തുടർന്ന് അവർ സംശയങ്ങൾ ചോദിക്കുന്നതും അതിന് മഹർഷി മറുപടി പറയുന്നതും ഒടുവിൽ കൃതാർത്ഥരാകുന്നതുമായ പരമമായൊരു ഉപദേശമാണ്. പരമമായ എന്ന് പറഞ്ഞാൽ പ്രശ്നോപനിഷത്തിൻ്റെ മഹത്വം വാക്കുകളെ കൊണ്ട് പറഞ്ഞ് പൂർത്തിയാക്കാൻ കഴിയില്ല. സ്വയം പഠിച്ച് അനേക ദിശകളിലൂടെ അപഗ്രഥിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. അത്ര വിസ്തരിച്ച് പഠിക്കാൻ നമുക്കിവിടെ സാധിക്കില്ല. ഒരു സൂചന എന്ന രൂപത്തിൽ നമുക്കതിലൂടെ കടന്നു പോകാം. അതിനാണ് പുറപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, അഥർവ വേദീയമായ പിപ്പലാദ ശാഖയിലെ ബ്രാഹ്മണത്തിലെ ഒരു ഭാഗമാണിതെന്ന്. അഥർവവേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കളുടെയും ശാന്തി മന്ത്രം ഭദ്രം കർണേഭി എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രമാണ്. അത് തന്നെ വ്യാഖ്യാനിക്കാൻ നിന്നാൽ 10-20 ദിവസം നമ്മൾക്ക് വേണ്ടി വരും. അങ്ങോട്ട് കടക്കണ്ട, അർത്ഥം മാത്രം പറഞ്ഞു പോവുക. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് പ്രാർത്ഥനകളാണൊക്കെ. നമ്മളിതിനു മുമ്പ് പഠിച്ച ശാന്തി മന്ത്രങ്ങളിൽ പ്രാർത്ഥനകളുണ്ടായിരുന്നു, സങ്കല്പങ്ങളുണ്ടായിരുന്നു, സത്യപ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന മനുഷ്യ മനസ്സിനെ നിർമ്മലമാക്കും. കൂടുതൽ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്താവിധാനത്തെ ഉയർത്തും. ഒരു ദൃഢസങ്കല്പത്തെ തന്നിൽ വളർത്തും. അങ്ങനെ ദൃഢസങ്കല്പം തന്നിൽ വളരുമ്പോഴാണ് ജീവിതത്തിൽ ഏത് മേഖലയിലായാലും വിജയിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? മുൻ ശാന്തി മന്ത്രങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ ഓംകാരത്തോടു കൂടി ആരംഭിക്കുന്നു. വ്യാഖ്യാനിക്കുന്നില്ല. വിസ്തൃതമായ ഓംകാരത്തെക്കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. കഠോപനിഷത്തിൽ സർവേ വേദാ യത്പദമാമനന്തി എന്നുള്ള മന്ത്രത്തിൻ്റെ വിശദീകരണത്തിൽ സാമാന്യം ഓംകാരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. സർവവേദസാരമായ മംഗളവാചിയായ ഓംകാരത്തോടു കൂടി ആരംഭിക്കുന്നു. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ. ദേവാഃ ഭോ ദേവാഃ, അല്ലയോ ദേവന്മാരെ. ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷങ്ങളെ, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം പ്രതിഭാസങ്ങളുണ്ട്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. കോടാനുകോടി പ്രതിഭാസങ്ങൾ. പക്ഷെ ഒന്ന് നമുക്കറിയാം, ഏതൊരു പ്രതിഭാസമാണെങ്കിലും അതൊക്കെ
നിയമത്താൽ നിയന്ത്രിതമാണ്, നിയമിതമാണ്, ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. വ്യവസ്ഥാരഹിതമായ ഒരു പ്രതിഭാസവുമില്ല. വ്യവസ്ഥാരഹിതമായി പ്രതിഭാസങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ശാസ്ത്രാന്വേഷണത്തിന് അർത്ഥമില്ല. ശാസ്ത്രത്തിന് അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയുന്നത് ശാസ്ത്രത്തിൽ ഋഷിമാർ കണ്ടെത്തുന്ന ഓരോ നിരീക്ഷണം അതിനനുസരിച്ച് തുടർ പ്രക്രിയകൾ വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, വ്യത്യസ്ത പ്രതിഭാസങ്ങളെ പല പല ഫോർമുലകളായി അവർ ഒതുക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാരണം. ചിന്തിക്കുക, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ ഓരോ പ്രതിഭാസത്തിനും പിന്നിലുള്ളൊരു അധിനിയമം, അതിന് നമ്മൾ ദേവശബ്ദം കൊണ്ട് പറയുന്നു. അഗ്നിയും ജലവും ഭൂമിയും എന്ന് വേണ്ട അളവറ്റ ദേവതകൾ, എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത ദേവതകൾ, ഇങ്ങനെ സമഷ്ടിയിൽ നമ്മൾ കാണുന്ന ദേവതാ തത്വങ്ങൾ തന്നെയാണ് വ്യഷ്ടി ശരീരത്തിൽ കണ്ണായും ചെവിയായും മൂക്കായും നാക്കായും ത്വക്കായും ഒക്കെ ഇരിക്കുന്നത്, മനസ്സായും ബുദ്ധിയായും. ഇവരും ദേവന്മാരാണ്. അപ്പം നമ്മുടെ ശരീരത്തിലെ ദേവന്മാർ, സമഷ്ടിയിലെ ദേവന്മാർ, ഈ രണ്ട് ദേവന്മാരും പരസ്പരാശ്രയത്തിലാണ് കഴിയുന്നത്. പരസ്പര അനുഗ്രഹം ഉണ്ടാവണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. സൂര്യൻ കണ്ണിനെ അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ചന്ദ്രൻ മനസ്സിനെ അനുഗ്രഹിക്കുന്നു. ദിഗ്ദേവതകൾ അനുഗ്രഹിക്കുന്നു ശ്രോത്രത്തെ. ഇങ്ങനെ ഓരോ ദേവതയെയും വ്യഷ്ടി ദേവതയെയും സമഷ്ടി ദേവത അനുഗ്രഹിക്കുന്നു. അങ്ങനെ പരസ്പരം ചേർന്ന് നമ്മുടെ വ്യവഹാരങ്ങൾ സിദ്ധമാകുന്നു. ഈ ദേവതകളെ ലക്ഷ്യമാക്കി പറയാണ് ഭോ ദേവാഹ, അല്ലയോ ദേവന്മാരെ, ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എന്താണ്? ഭദ്രം കർണേഭിഹി ശൃണുയാമഹ വയം. വയം ഞങ്ങൾ, നമ്മൾ, വയം എന്നതിൽ ശബ്ദമില്ല, കൂട്ടിച്ചേർക്കണം. കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. ശൃണുയാമഹ എന്നുള്ള ക്രിയാപദം അവിടെ വയം എന്നുള്ളതിനോട് മാത്രമേ ചേരൂ. നമ്മൾ അഥവാ ഞങ്ങൾ രണ്ടും ശരിയാണ്. ഞങ്ങൾ അഥവാ നമ്മൾ. കർണേഭിഹി ചെവികളെ കൊണ്ട്, ഭദ്രം ഭദ്രമായതിനെ, ശൃണുയാമഹ കേൾക്കുമാറാകട്ടെ. നമ്മൾ എന്താ കേൾക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച നമ്മുടെ സംസ്കാരം. സംസ്കാരം മാത്രമല്ല, അതത് സമയത്തെ നമ്മുടെ അനുഭവങ്ങളും കേൾവിക്കനുസരിച്ച. നല്ലത് കേൾക്കുമ്പോൾ ആർക്കായാലും സന്തോഷം, കെട്ടത് കേൾക്കാൻ ആർക്കായാലും വിഷമം തന്നെ. അതെ. ഇനി എന്താണോ നമ്മൾ നിരന്തരം കേൾക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളിൽ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത്. ഇതും നിഷേധിക്കാനാവാത്തതാണ്. എപ്പോഴും ശാന്തമായൊരു ജീവിതക്രമത്തിന്, ശുദ്ധമായൊരു സങ്കല്പ ഭാവത്തിന് ഒക്കെ നമ്മുടെ കേൾവി ശുദ്ധമാവുക എന്നുള്ളത് മുഖ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ചെവികളെ കൊണ്ട് നല്ലത് കേൾക്കുമാറാകണേ. അത്ര നല്ലൊരു പ്രാർത്ഥനയാണ്. നല്ലത് കേൾക്കുമാറാകണം. എപ്പോഴും എപ്പോഴും നല്ലത് കേൾക്കുമാറാകണം. ഇനി പറയട്ടെ, യാതൊന്ന് ഞങ്ങൾ കേൾക്കുന്നുവോ അത് നല്ലതാണെന്ന ഭാവന ഞങ്ങളിൽ വളരണമേ. അത് കുറേയും കൂടി ഉയർന്ന അർത്ഥമാണ്. ഇപ്പം നല്ലത് ചീത്ത എന്നൊന്നുമില്ല, എന്ത് കേട്ടാലും നല്ലത് തന്നെ. എല്ലാം അക്ഷരങ്ങൾ ചേർന്നതാണ്. അക്ഷരം സരസ്വതിയാണ്. അത് ചില പ്രത്യേക ക്രമീകരണങ്ങൾ വന്നപ്പോൾ ചീത്ത എന്ന് നമ്മൾ പറയുന്നു, ശരിയാ. പക്ഷേ അത് ആരുടെ അഭിവ്യക്തിയാ? സരസ്വതിയുടെ അഭിവ്യക്തിയാണ്.
ഒരാൾ തെറി പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ ഒരു വൈകാരിക ഭാവത്തെ ഉണർത്താൻ സാധിച്ചെങ്കിൽ അത് അയാളുടെ വാക്ശക്തി എന്ന് ഞാൻ അയാളെ സന്തോഷപൂർവ്വം നോക്കി കാണണ്ടേ? എന്നിതൊരു വൈകാരികമായ ഭാവത്തെ ഉണർത്താൻ അയാളുടെ വാക്കുകൾക്ക് കഴിഞ്ഞെങ്കിൽ എനിക്ക് നൊമ്പരം ഉണ്ടാവുന്നതിന് പകരം ഇങ്ങനെ ചിന്തിച്ചൂടെ, അയാൾക്ക് സരസ്വതിയിൽ എത്ര വലിയ അനുഗ്രഹമുണ്ട്, എൻ്റെ മനസ്സിനെ ഇളക്കാൻ അയാൾക്ക് സാധിച്ചില്ലേ, എന്നെ ദുഃഖിപ്പിക്കാൻ അയാൾക്ക് സാധിച്ചില്ലേ, എന്നെ ദേഷ്യപ്പെടുത്താൻ അയാൾക്ക് സാധിച്ചില്ലേ. സരസ്വതിയുടെ ഭാവമല്ലേ അത്? എല്ലാ വാക്കുകളും സരസ്വതി തന്നെയാണ്. നമ്മുടെ മനോഭാവമാണ് നല്ലത് ചീത്ത എന്നൊക്കെ ആക്കി തീർക്കുന്നത്. അതെ. അപ്പം എന്ത് കേൾക്കുന്നുണ്ടോ അത് നല്ലതെന്നുള്ള ഭാവന എന്നിൽ ഉയരണമേ. ഈ ഭാവന നമ്മളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ലതേ കേൾക്കൂ. എപ്പോഴും നല്ലത് കേട്ടാൽ എപ്പോഴും സന്തോഷം. ഒരേ അക്ഷരങ്ങൾ തന്നെയാണ് സ്തുതിഗീതത്തിനും അങ്ങേയറ്റം എന്താ പറയുക, നമ്മൾ തെറിപ്പാട്ടോ എന്താണെന്ന് വെച്ചാൽ അത് എഴുതാനും ഉപയോഗിക്കുന്നത് ഒരേ അക്ഷരങ്ങൾ തന്നെയാണ്. അക്ഷരങ്ങളുടെ വിന്യാസക്രമം മാറുന്നു, അത്രയേ ഉള്ളൂ. അതിന് ഞാൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതല്ലേ മുഖ്യം. ഇപ്പോൾ ഒരു ചിത്രകാരനൊരു ചിത്രം വരച്ചു, അത് ഇന്ന ചിത്രമാണെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആ ചിത്രകാരൻ്റെ ഭാവനയും എൻ്റെ അന്ധകരണത്തിലെ വൃത്തിയും ഏകീഭവിക്കുമ്പോഴാണ്. അയാൾ വരച്ചതുകൊണ്ടല്ല, എൻ്റെ അന്ധകരണത്തിലെ വൃത്തി എങ്ങനെ അതുമായി ഏകീഭവിക്കുന്നോ അപ്പോഴാണ് അയാൾ ഉദ്ദേശിച്ച സന്ദേശം എനിക്ക് മനസ്സിലാവുക. ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ചതിനേക്കാൾ അധികം സന്ദേശം എനിക്ക് മനസ്സിലായെന്ന് വരാം. അപ്പം ഞാൻ പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കും. അപ്പോഴാണ് അയാൾ തന്നെ ചിലപ്പോൾ അത്ഭുതപ്പെടും, ഇങ്ങനെ കണ്ടില്ലേ എന്ന്. അതെ, ഞാനെന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ്, കാണുന്നവൻ ആരും ആവാം. അപ്പം കേൾക്കുന്ന, കാണുന്ന, അനുഭവിക്കുന്ന നമ്മുടെ സംവേദനങ്ങളെ നമ്മളാണ് മെനഞ്ഞുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ശാന്തമായി ജീവിക്കണമെങ്കിൽ എന്ത് കേൾക്കുന്നുണ്ടോ അത് ഭദ്രമാണെന്ന സങ്കല്പം നമുക്കുണ്ടായാൽ നല്ലതാണ്. എന്നാൽ ലോകത്തിൽ ഒരാൾക്ക് നമ്മളെ നമ്മുടെ നിഷ്ഠയെ വ്യതിചലിപ്പിക്കാനൊന്നും കഴിയില്ല. അങ്ങനെയാ സന്തോഷം, ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ, ഭദ്രം പശ്യേമ അക്ഷഭിഹി യജത്രാഹ. വളരെ വിശിഷ്ടമായൊരു മന്ത്രമാണ്, വിവിധ ദിശകളിലൂടെ മനസ്സിലാക്കേണ്ടുന്ന മന്ത്രമാണ്. ഭദ്രം പശ്യേമ അക്ഷഭിഹി യജത്രാഹ. അക്ഷഭിഹി ഇന്ദ്രിയങ്ങളെ കൊണ്ട് അഥവാ കണ്ണുകളെ കൊണ്ട്. അനേകം പേരുടെ പ്രാർത്ഥനയായതുകൊണ്ട് കണ്ണിനെ സംബന്ധിച്ച് ബഹുവചനാവാം, അല്ലെങ്കിൽ ദ്വിവചനല്ലേ പാടുള്ളൂ. നമുക്ക് 2 കണ്ണല്ലേ ഉള്ളൂ, അപ്പോൾ ദ്വിവചനേ പാടുള്ളൂ. പക്ഷെ ഇവിടെ ബഹുവചനമാണ്. അത് അനേകം പേരുടെ പ്രാർത്ഥനയാകുമ്പോൾ ബഹുവചനമാണ്. പ്രത്യേകിച്ച് വക്താവും ശ്രോതാവും ആവുമ്പോൾ 4 കണ്ണ് 4 ചെവിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ബഹുവചനാവാം. ഇനി കണ്ണെന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിലെടുത്ത് എല്ലാ കരണങ്ങളെയും എല്ലാ ഇന്ദ്രിയങ്ങളെയും അർത്ഥമാക്കാം. ഞങ്ങളുടെ കരണങ്ങളെ കൊണ്ട് അഥവാ ഞങ്ങളുടെ കണ്ണുകളെ കൊണ്ട് ഞങ്ങൾ അഥവാ നമ്മൾ ഭദ്രമായത് കാണുമാറാകണമേ. എന്ത് കാണുന്നുണ്ടോ അത് ഭദ്രമായിരിക്കണം, അഥവാ ഭദ്രമേ കാണാൻ പാടില്ല. ഞങ്ങളുടെ കാഴ്ചകളെല്ലാം നല്ലതാവണം, എപ്പോഴും നല്ലത് കാണാനിടയാവണം. ഇത് ഓർമ്മിക്കണത് നല്ലതാണ്. കൊച്ചു കുട്ടികളാവുമ്പോൾ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഭദ്രമോ അഭദ്രമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ അഭദ്രങ്ങളായ കാഴ്ചകളെ കാണിച്ച് ആ ഒരു മാസ്മരികമോ അല്ലെങ്കിൽ വിഭ്രാമകമോ ആയ ലോകത്തിൽ കുട്ടികളെ തളച്ച് ചിലപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാൻ എളുപ്പമായിരിക്കും. കുട്ടിക്ക് ഇതങ്ങ് തുറന്നു വെച്ച് കൊടുത്ത് കഴിഞ്ഞ് ചോറ് കൊടുത്താൽ ഇങ്ങനെ ഒരു യന്ത്രം ഇങ്ങനെ വായ തുറന്നു കൊടുക്കും, കാണും, വായ തുറന്നു കൊടുക്കും, കാണും. ഇത് തന്നെ. കുട്ടി കഴിക്കണുണ്ടോ അമ്മ കൊടുക്കണുണ്ടോ രണ്ടാൾക്കും അറിയില്ല. എന്താ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ഭദ്രമായത് കാണണം, നല്ലത് കാണണം.
എപ്പോഴും നല്ലത് കാണുക. നല്ലത് കാണുമ്പോൾ നല്ല സങ്കല്പം നമ്മളിൽ ദൃഢമാകും. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നതിനനുസരിച്ചാണ് നമ്മുടെ സങ്കല്പങ്ങൾ, സംസ്കാരങ്ങൾ. ഇപ്പം ഭദ്രമായത് കാണണം. അഥവാ കുറേയും കൂടി ഉന്നതമായ അർത്ഥം, എന്ത് കാണുന്നുണ്ടോ അത് ഭദ്രമാണെന്ന് ഉള്ള തിരിച്ചറിവ് എനിക്കുണ്ടാവണം. ഈ തിരിച്ചറിവ് വന്നാൽ പിന്നെ അഭദ്രമില്ല, എല്ലാം ഭദ്രമാണ്, എല്ലാം ഭദ്രം. അത് ഉയർന്ന തലമാണ്. പിന്നെ അയാളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ ഒരു ദർശനത്തിനും കഴിയില്ല, ഒരു ദൃശ്യത്തിനും കഴിയില്ല. എപ്പോഴും സ്ഥിതപ്രജ്ഞനായിരിക്കുന്നൊരു മഹാപുരുഷനെ ഒരു ദൃശ്യവും ഭ്രമിപ്പിക്കുന്നില്ല. എല്ലാത്തിലും ഭദ്രദൃഷ്ടിയുണ്ട്, എല്ലാത്തിലും ഈശ്വര വിഭൂതിയാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ എവിടെയാ ഭദ്രം? കാണാകുന്നത് മുഴുവൻ ഈശ്വര വിഭൂതിയാണ്, പിന്നെ എവിടെയാ ഭദ്രമായിട്ടുള്ളത്? ചിന്തിക്കൂ. ഒരിക്കൽ കഥയെല്ലാം ഉണ്ടായ സംഭവമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 91 മറ്റോ ആണ്, 90 91 ആണ്. നമ്മൾ കോഴിക്കോട് ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. അതിലെ സമൂഹം ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ഒരാൾ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. വളരെ തിരക്കിട്ട പണിയിലാണ്, നടന്നു പോകേണ്ടതുകൊണ്ട് തിരക്കിട്ട പണി. അതെ, നടന്നു പോണ പോക്കിലേക്ക് തിരക്കിട്ട പണിയാണ്. ചുമരിൽ സിനിമ പോസ്റ്ററുകളാണ് ഇയാൾ നോക്കുന്നത്. അതിൽ ചില പോസ്റ്ററുകൾ അയാൾ കീറുകയാണ്. തിരക്കിട്ട് വളരെ ആരോ ശമ്പളം കൊടുക്കേണ്ടതാക്കെന്ന് തോന്നുന്നു അയാളെ പണീൻ്റെ ആ ഒരു കൂറൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം അയാൾ കീറുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ, ഏതേത് ചിത്രങ്ങളെ സംബന്ധിച്ചാണോ എൻ്റെ മനസ്സിൽ, സ്വാമി ചിദാനന്ദപുരിയുടെ മനസ്സിൽ അങ്ങനെ തന്നെ പറയുന്നു, അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഉൾക്കൊള്ളുന്നില്ല. അത് അശ്ലീലം എന്ന സങ്കല്പമുള്ളത്, അതാണ് അയാൾ കീറുന്നത്. അതെ, ഇപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും പരിപൂർണ നഗ്നരായിട്ട് ഒരു പോസ്റ്റർ കണ്ടാൽ അതിനെ നമ്മൾ അശ്ലീലം എന്നൊരിക്കലും പറയില്ല. ഞാൻ പറയില്ല. കാരണം നഗ്നത ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിന് സെക്സ് ആണെങ്കിൽ സെക്സ് ജീവിതത്തിൻ്റെ ഭാഗമാണ്, അന്യമായിട്ടൊന്നുമില്ല അതിൽ. ഒരു സ്ത്രീയും പുരുഷനും പരിപൂർണ്ണ നഗ്നരായിട്ടൊരു പോസ്റ്ററിൽ വരയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിന് അശ്ലീലമെന്ന് ഞാൻ പറയില്ല. എന്നാൽ സൂട്ടും കോട്ടും ഇട്ടിട്ട് ആണ് നിൽക്കുക, പെണ്ണ് കാൽഭാഗം വസ്ത്രമായിട്ട് നിൽക്കുക എങ്കിൽ അത് അശ്ലീലമാണ്. എൻ്റെ ഭാവനയാണ് പറയുന്നത്. അതൊരു തരം വിപരീത ഭാവനയെ വളർത്തുന്നതാണ്. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവാണെന്ന വികല ധാരണയെ വളർത്തുന്നതാണ്. അനാരോഗ്യകരമായൊരു മനസ്സിനെ രൂപപ്പെടുത്തുന്നതാണ്. അങ്ങനത്തെ പരസ്യങ്ങളാണ് ഇയാൾ കീറുന്നത്. അപ്പം ഞങ്ങൾ രണ്ടും സമാന ചിന്താഗതിയുള്ളവരാണെന്ന് ഉറപ്പിച്ചു. ഏതായാലും അയാൾ നമ്മളെയൊന്നും നോക്കുന്നില്ല, അയാൾ പോയിക്കൊണ്ടേയിരിക്കുക. കുറേ നേരം കഴിഞ്ഞ് നമുക്കവിടെ 1-2 പണികളുണ്ടായിരുന്നു. അവിടെ ഒരു പ്രസ്സുണ്ട്, അവിടെ അടുത്ത് ആ പ്രസ്സിൽ പോയി കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ പോണ സമയത്ത് കുറേ ദൂരെ എത്തിയപ്പോൾ ഇയാൾ പണി നടത്തിക്കൊണ്ടേ പോവുകയാണ്. കുറേ ദൂരെ എത്തിയിട്ടുണ്ട് ഇയാൾ. ആ വഴിക്കുള്ള ഇത്തരം പോസ്റ്റർ മാത്രമേ അയാൾ കയറുന്നു, എല്ലാ സിനിമാ പരസ്യങ്ങളും അയാൾ കയറുന്നില്ല. വികലമായൊരു ധാരണയെ സമാജത്തിന് നൽകുന്ന തരം പോസ്റ്ററാണ് അയാൾ കയറിക്കൊണ്ടേ പോണത്. അയാളുടെ ഉള്ളിലും ഒരു ഋഷിയില്ലേ? ഭ്രാന്തനെന്ന് പറഞ്ഞ് നിന്ദിക്കുന്നതിന് പകരം ആ ഋഷിത്വത്തെ നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാലോ? ഭദ്രം പശ്യേമ അക്ഷഭിഹി. കണ്ണുകളെ കൊണ്ട് നമ്മൾ ഭദ്രമായത് കാണണേ, അഭദ്രമായത് ഉണ്ടാവരുതേ. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരാശയമുണ്ട്. ഇവിടെ സംബോധന ചെയ്യുന്നത് യജത്രാഹ, അല്ലയോ ദേവന്മാരെ എന്നാണ്. യജ്ഞത്തെ ത്രാണനം ചെയ്യുന്നവരാരോ അവർ ദേവന്മാർ. അപ്പോൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞതിൽ എന്താ പറഞ്ഞേ? അല്ലയോ ദേവന്മാരെ, അല്ലയോ ദ്യോതിപ്പിക്കുന്നവരെ, പ്രകാശിപ്പിക്കുന്നവരെ, സമഷ്ടിയിലും വ്യഷ്ടിയിലുമുള്ള ദേവതാവിശേഷങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിളിച്ചു. അല്ലയോ ദേവന്മാരെ, ഞങ്ങൾ ഭദ്രമായത് കേൾക്കുമാറാകണേ ചെവികളെ കൊണ്ട്.
അതേപോലെ ഇവിടെയും പറയുകയാണ്, അല്ലയോ ഭോ യജത്രാഹ, അല്ലയോ യജ്ഞത്തെ ത്രാണനം ചെയ്യുന്ന ദേവന്മാരെ, ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് ഭദ്രമായത് കാണുമാറാകണമേ. വ്യക്തമാണല്ലോ. ഇനി വേറൊരു അർത്ഥം പറയാം. ഇവിടെ യജത്രാഹ എന്നുള്ളത് സംബോധനയായി എടുക്കരുത്. എടുക്കരുത് എന്നല്ല പറഞ്ഞതേ, പുതിയ വ്യാഖ്യാനമാണ്. പുതിയതല്ല, രണ്ടാമതൊരു വ്യാഖ്യാനമാണ്. ഇതാണ് കൂടുതൽ നല്ലത്. ഇവിടെ യജത്രാഹ എന്നുള്ളതിനെ സംബോധനയായി എടുക്കാതെ വയം എന്നുള്ളതിൻ്റെ വിശേഷണമായിട്ട് എടുക്കുക. വയം യജത്രാഹ, യജത്രന്മാരായ ഞങ്ങൾ, യജ്ഞത്തെ ത്രാണനം ചെയ്യുന്നവരായ ഞങ്ങൾ നല്ലത് കാണുമാറാകണമേ. സ്വയം യജ്ഞ നിർവഹണത്തിലൂടെ, സ്വയം സത്കർമ്മങ്ങളെ ചെയ്യുന്നതിലൂടെ ആര് യജ്ഞ സംസ്കാരത്തെ നിലനിർത്തുന്നുവോ, യജ്ഞനിർവഹണത്തെ നിലനിർത്തുന്നുവോ അവനാണ് യജത്രൻ, യജമാനൻ എന്നർത്ഥം. അപ്പോൾ യജമാനന്മാരായ നമ്മൾ, കർമാചരണങ്ങളെ ചെയ്യുന്നവരായ നമ്മൾ നല്ലത് കാണുമാറാകണമേ. എന്താ അർത്ഥം? നല്ലത് കാണണം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നല്ലത് കാണാൻ സാധിക്കണമെങ്കിൽ നല്ലത് ചെയ്തിരിക്കണം എന്നൊരു സന്ദേശം അവിടെ വന്നു. യജത്രന്മാരായ ഞങ്ങൾ, നല്ലത് ചെയ്യുന്നവരായ ഞങ്ങൾ, ഈ ലോകത്തിൽ നല്ലത് ചെയ്യുന്നവരായ ഞങ്ങൾ നല്ലത് കാണുമാറാകണമേ. നല്ലത് കാണുമാറാകണം എന്ന് എല്ലാവരും കയറി പ്രാർത്ഥിക്കും. വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ഫലം കിട്ടില്ല. ജീവിതത്തിൽ നല്ലത് ചെയ്താലേ നല്ലത് കാണാൻ ഇടവരും. അതിന് നമ്മൾ തയ്യാറുണ്ടോ? ഇതാ ചോദ്യം. അപ്പം നല്ലത് അനുഭവം ഉണ്ടാവണമെങ്കിൽ നല്ലത് ചെയ്തിരിക്കണം. നല്ലത് ചെയ്തിട്ട് നല്ലത് കാണാൻ പ്രതീക്ഷിക്കുക. അല്ലാതെ വെറുതെ നല്ലത് കാണണേ പറഞ്ഞിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് വലിയൊരു സങ്കല്പം ഇവിടെ നമുക്ക് നൽകപ്പെടുന്നു. ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ ചെയ്യുന്നവരായ ഞങ്ങൾ നല്ലത് കാണുവാൻ ഇടവരേണമേ. എത്ര ഉന്നതമായൊരാശയാ നോക്കൂ. നല്ലത് ചെയ്യുന്നവർക്കേ നല്ലത് കാണാൻ ഒക്കൂ. ഈ മന്ത്രം ഈ അർത്ഥത്തിൽ നല്ലപോലെ അങ്ങോട്ട് ഉറപ്പിക്കുക മനസ്സിൽ. യജത്രാഹ വയം അക്ഷഭിഹി ഭദ്രം പശ്യേമ. യജത്രന്മാരായ ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് ഭദ്രമായത് കാണുമാറാകട്ടെ. സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാംസഃ വയം ദേവഹിതം യത് ആയുഹു തത് വ്യശേമ അഥവാ യത് ആയുഹു തത് ദേവഹിതം വ്യശേമ. സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാംസഃ വയം. സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടെ, സ്ഥിരങ്ങളായ അംഗങ്ങളെ കൊണ്ട് തുഷ്ടുവാംസഃ വയം, സ്തുതിക്കുന്നവരായ ഞങ്ങൾ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രയോഗമാണിത്. സ്ഥിരങ്ങളായ അംഗങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നവരായ ഞങ്ങൾ സ്തുതിക്കുന്നവരാണ്. അപ്പോൾ സ്തുതിക്കുന്നവരായ ഞങ്ങൾ എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ സ്തുതിക്കുന്നവരായിരിക്കണം, അല്ലാണ്ട് പറയാൻ പറ്റില്ല. എങ്ങനെ സ്തുതിക്കുന്നവരായ? സ്ഥിരൈഹി അംഗൈഹി, സ്ഥിരങ്ങളായ അംഗങ്ങളെ കൊണ്ട്. അപ്പം നമ്മുടെ അംഗങ്ങളെല്ലാം സ്ഥിരങ്ങളായിരിക്കണം, അസ്ഥിരമാവരുത്. സ്ഥിരങ്ങളായ അംഗങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നവരായ നമ്മൾ. ശ്രദ്ധിക്കുക. അപ്പോൾ സ്തുതിക്കുന്നവരായ ഞങ്ങളുടെ അംഗങ്ങൾ സ്ഥിരങ്ങളാകണം. പലവിധ രോഗബാധകളും മറ്റ് പീഡകളും വന്ന് ഞങ്ങളുടെ അംഗങ്ങളൊന്നും ഗളിതമായി പോകരുതേ, രോഗഗ്രസ്തമായി പോകരുതേ. ഞങ്ങളുടെയൊക്കെ അംഗങ്ങൾക്ക് നല്ല കരുത്തുണ്ടാവണം, അതിന് സ്ഥൈര്യം ഉണ്ടാവണം. അങ്ങനെ സ്ഥിരതയുള്ള അംഗങ്ങളോടുകൂടി സ്തുതിക്കുന്നവരായി ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയണം. നല്ലൊരു പ്രാർത്ഥനയാണ്. അങ്ങനെ സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടി എന്തിനാ ഇരിക്കുന്നേ?
തുഷ്ടുവാംസഹ, സ്തുതിക്കുന്നവരാണ്, സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ആയുസ് ആരോഗ്യം തന്നിട്ടുള്ളത് ഈശ്വരപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെവിയുള്ളത് ഈശ്വര ശരീരത്തെ കേൾക്കാനാണ്, നല്ലത് കേൾക്കുക. കണ്ണുള്ളത് നല്ലത് കാണാൻ. ഇങ്ങനെ ഓരോ കരണവും നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സ്ഥിരങ്ങളായ അംഗങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നവരായ ഞങ്ങൾ, അനേക അർത്ഥം വന്നേ. ഒന്ന്, സ്തുതിക്കുന്നവരായ ഞങ്ങളുടെ അംഗങ്ങൾ സ്ഥിരങ്ങളായിരിക്കണം. രണ്ട്, സ്ഥിരങ്ങളായിരിക്കുന്ന അംഗങ്ങൾ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടി സ്തുതിക്കുന്നവരായ ഞങ്ങൾ ബേശേമ, നയിക്കുമാറാകണം. എന്ത്? യദായുഹു, യാതൊരായുസ് ഞങ്ങൾക്കുണ്ടോ. ആയുസ് കൂട്ടാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. കുറയ്ക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. കൂട്ടാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ എത്ര ആയുസ് നിശ്ചിതമായിട്ടുണ്ടോ, ഈ ആയുസ് ദേവഹിതം വ്യശേമ, ദേവഹിതം ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കണമേ. ദൈവകാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കണേ. ഇത്ര നല്ലൊരു പ്രാർത്ഥന നോക്കൂ. ദൈവഹിതമായിരിക്കുന്നത്, ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്കൊക്കെ ഹിതമായത്, വ്യഷ്ടിതലത്തിൽ സമഷ്ടിയിൽ മൊത്തം ദേവതകൾക്ക് ഹിതമായത്, വായുവിന് ഹിതമായത്, അഗ്നിക്ക് ഹിതമായത്, നദിക്ക് ഹിതമായത്, സമുദ്രത്തിന് ഹിതമായത്, ഭൂമിക്ക് ഹിതമായത്, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഹിതമായത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കണേ. ഈ മന്ത്രവും ചൊല്ലിയിട്ട് നമുക്ക് ഈ പ്രപഞ്ച വ്യവസ്ഥയെ തകർക്കുന്ന തരം കർമ്മങ്ങളിൽ ഏർപ്പെടാൻ പറ്റുമോ? പറ്റില്ല. ചിന്തിക്കുക. ഇതൊരു ജീവിത വീക്ഷണം നമുക്ക് നൽകുന്നു. ഇതൊരു ജീവിത വീക്ഷണം നമുക്ക് നൽകുകയാണ് ഈ മന്ത്രം. ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിന് അനുസൃതമായി ജീവിക്കാൻ സാധിക്കണമേ. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ അത് ദേവഹിതത്തിന് വിരുദ്ധമാവരുതേ. ഈ പ്രപഞ്ചത്തിൻ്റെ താളക്രമത്തിന് അനുകൂലമാകണേ, പൂരകമാകണമേ. അങ്ങനെ ജീവിക്കാൻ കഴിയണം. ഇനി ദേവഹിതമായ യാതൊരായുസ്സുണ്ടോ അത് നീക്കുമാറാകണം. ആദ്യം പറഞ്ഞത് യാതൊരായുസ്സുണ്ടോ അത് ദേവഹിതം ചെയ്തുകൊണ്ട് നീക്കുമാറാകണം. രണ്ടാമത്തെ അർത്ഥം ദേവഹിതമായ യാതൊരായുസ്സുണ്ടോ, ആയുസ്സിൽ നമുക്കാർക്കും നിയന്ത്രണമൊന്നുമില്ല, ആ ആയുസ് അങ്ങനെ നല്ലത് ചെയ്തുകൊണ്ട് സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടി നീക്കുവാനിടയാവണം. വെച്ചാൽ ആയുസ് തീരണവരെ എൻ്റെ അംഗങ്ങളൊന്നും ക്ലേശിച്ച് ഞാൻ ഒരിടത്തായി പോകരുത്, സ്ഥിരങ്ങളായ അംഗങ്ങളായിരിക്കണം. കണ്ണിന് കാഴ്ച ഉണ്ടാവുക, ചെവിക്ക് കേൾവി ഉണ്ടാവുക, മൂക്കിന് മണക്കാനുള്ള ശക്തി ഉണ്ടാവുക, ഇങ്ങനെ എല്ലാ കരണങ്ങളുടെയും പ്രബല ഭാവത്തോടു കൂടി എനിക്ക് ജീവിക്കാൻ കഴിയണം. ആ ജീവിക്കുന്ന കാലം നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കണം. സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ, നമ്മൾക്ക് വൃദ്ധശ്രവാഹ, വർദ്ധിച്ച കീർത്തിയുള്ളവനായ ഇന്ദ്രൻ സ്വസ്തി ദധാതു, നല്ലത് വരുത്തട്ടെ. വർദ്ധിച്ച കീർത്തിയുള്ള ദേവേന്ദ്രൻ, പരമാത്മാ പരമേശ്വരൻ നമുക്ക് നല്ലത് വരുത്തട്ടെ. സ്വസ്തിന പൂഷാ വിശ്വവേദാഹ, ഞങ്ങൾക്ക് വിശ്വവേദാഹ പൂഷ, എല്ലാം അറിയുന്ന സൂര്യഭഗവാൻ. വിശ്വവേദാഹ, എല്ലാം അറിയുന്നവൻ. ആരാ? സൂര്യൻ. പോഷിപ്പിക്കുന്നവൻ പരമേശ്വരൻ. സൂര്യൻ എന്ന് പറഞ്ഞു, പരമേശ്വരൻ എന്ന് പറഞ്ഞു, ഏതർത്ഥമാണ് സ്വീകരിക്കാം. പോഷിപ്പിക്കുന്നവൻ, സർവപ്രപഞ്ചത്തെയും പോഷിപ്പിക്കുന്ന ഈശ്വരൻ നമുക്ക് സ്വസ്തി ദധാതു, നല്ലത് വരുത്തട്ടെ. എനിക്കല്ല, ഞങ്ങൾക്ക്. ഈ ഒരു സമഷ്ടി ഭാവമാണ് പ്രാർത്ഥനയിലൊക്കെ. എനിക്കെന്നും പ്രാർത്ഥനയുണ്ട് വേദത്തിൽ, ഇല്ലെന്നൊന്നും പറയരുത്. ഒട്ടനവധി പ്രാർത്ഥനകൾ എനിക്കെന്ന് പറയുന്നുണ്ട്. അതെല്ലാവരും പ്രാർത്ഥിച്ചാൽ പോരെ, എന്നാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
സ്വസ്തിനസ്താർക്ഷ്യോ അരിഷ്ടനേമി, ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുന്നവനായ താർക്ഷ്യൻ ഗരുഡൻ നമുക്ക് നല്ലത് വരുത്തട്ടെ. സ്വസ്തിനോ ബൃഹസ്പതിർ ദധാതു, ദേവഗുരുവായ ബൃഹസ്പതി ഞങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. എന്തിനാ? ശാസ്ത്രം പഠിക്കാനാ, വേറൊന്നിനല്ല. അത് ശ്രദ്ധിക്കുക. ഈ ശാസ്ത്രം പഠിക്കാനാണ്. അപ്പം നല്ലത് വരുത്തുന്നത് ശാസ്ത്രം പഠിക്കാനാ. പ്രാർത്ഥിച്ചു, നല്ലത് വരുത്തി. ശാസ്ത്രം പഠിക്കണില്ലെങ്കിലോ അത് പറ്റില്ല. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലത് വരുന്നുറപ്പാ. നല്ലത് വന്നു കഴിഞ്ഞാൽ എന്ത് വേണം? ആരോഗ്യമുള്ളപ്പോൾ ശാസ്ത്രം പഠിച്ചോളണം, നാളത്തേക്ക് വയ്ക്കരുത്. ഇപ്പോൾ ആരോഗ്യം ഉണ്ടല്ലോ, അവിടെ നിൽക്കട്ടെ, നാളെ ആവാം ശാസ്ത്ര പഠനം എന്ന് വെച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ ഈ ദേവന്മാർ തന്നെ ഓരോന്ന് തിരിച്ചെടുക്കും, ഓരോന്നോരോന്നായിട്ട്. ആരോഗ്യമുള്ളപ്പോൾ ഇത് ശാസ്ത്ര പഠനം നടത്തണം. എത്ര മഹത്തായൊരു ജീവിത വീക്ഷണം ഈ ശാന്തിമന്ത്രം നമുക്ക് നൽകുന്നു എന്നൊന്ന് ശ്രദ്ധിക്കൂ. കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നതിനനുസരിച്ച് ആഴത്തിൽ പരപ്പിൽ കൂടുതൽ അർത്ഥം ലഭിക്കും. ഏതായാലും ഇങ്ങനെ പറഞ്ഞ് 3 പ്രാവശ്യം ശാന്തി ശാന്തി ശാന്തി, ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം തുടങ്ങിയ വിഘ്നങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, ക്ലേശങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ പ്രശ്നോപനിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ചില ജിജ്ഞാസുക്കളുടെ അന്വേഷണവും കണ്ടെത്തലുമൊക്കെയാണെന്ന്. വളരെ ശ്രദ്ധിക്കണം. ഈ ഉപനിഷത്ത് ഇതുവരെ നമ്മൾ പഠിച്ച ഉപനിഷത്തുക്കളൊക്കെ അങ്ങിങ്ങ് അപരബ്രഹ്മ വിഷയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ മുഖ്യമായ ഊന്നൽ പരബ്രഹ്മതത്വത്തിലായിരുന്നു. ഇത് നേരെ തിരിച്ചാ. ഇതേറെയും ചർച്ച ചെയ്യുന്നത് അപരബ്രഹ്മ വിഷയങ്ങളാണ്. പരബ്രഹ്മതത്വത്തെ സൂചിപ്പിക്കുക ചെയ്യണത്. ഇത് നിർബന്ധം, ഇതറിയേണ്ടത്. ഇങ്ങനെയൊക്കെ വിവിധങ്ങളായ മേഖലകളിൽ നമ്മുടെ ആചാര്യന്മാർ ചിന്തിച്ചും കണ്ടെത്തുകയും കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെ ധന്യമാണ്. മാത്രമല്ല അവിടെ നിൽക്കാതെ പരമാത്മതത്വജ്ഞാനത്തിലേക്ക് നമ്മളെ ക്രമമായി ആനയിക്കുന്നു. ക്രമമായി നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ. ഓം സുകേശാച ഭാരദ്വാജഃ ശൈബ്യശ്ച സത്യകാമഃ സൗര്യായണീ ച ഗാർഗ്യഃ കൗസല്യശ്ചാശ്വലായനോ ഭാർഗവോ വൈദർഭിഃ കബന്ധി കാത്യായനഃ തേ ഹൈതേ ബ്രഹ്മപരാഃ ബ്രഹ്മനിഷ്ഠാഃ പരം ബ്രഹ്മന്വേഷമാണാഃ ഏഷഃ വൈ തത്സർവം വക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദമുപസന്നാഃ. ഇതാണ് ഒന്നാമത്തെ പ്രശ്നത്തിൽ ഒന്നാമത്തെ മന്ത്രം. 6 പ്രശ്നങ്ങളാണ് മൊത്തമുള്ളത്. 6 പ്രശ്നങ്ങൾ. അതിൽ ഒന്നാമത്തെ പ്രശ്നത്തിലെ ഒന്നാമത്തെ മന്ത്രം ഓം സുകേശാച ഭാരദ്വാജഃ ശൈബ്യശ്ച സത്യകാമഃ സൗര്യായണീ ച ഗാർഗ്യഃ കൗസല്യശ്ചാശ്വലായനോ ഭാർഗവോ വൈദർഭിഃ കബന്ധി കാത്യായനഃ തേ ഹൈതേ ബ്രഹ്മപരാഃ ബ്രഹ്മനിഷ്ഠാഃ പരം ബ്രഹ്മന്വേഷമാണാഃ ഏഷഃ വൈ തത്സർവം വക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദമുപസന്നാഃ. സുകേശാച ഭാരദ്വാജഃ. സുകേശ പേര്, ഒരാളുടെ പേരാണ്. വ്യാഖ്യാനിക്കാനൊന്നും പുറപ്പെടേണ്ട, പേരാണ്. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ പറയും നാമതഃ സുകേശ, നാമതഃ, പേര് കൊണ്ട് സുകേശ. അങ്ങനെ ആദ്യം ഇതിനങ്ങ് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കയറി വ്യാഖ്യാനിക്കാൻ പോകും. നല്ല കേശമാർക്കുണ്ടോ അവൻ സുകേശാവ്, നല്ല ഭംഗി